ഹലോ ഹലോ. ഇനി ഞാനാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളിപ്പോ വീടിന്റെ അടുത്തുള്ള ഒരാളുടെ കല്യാണത്തിന് കാസർഗോഡ് കല്യാണം എന്താ നിങ്ങൾക്ക് അറിയില്ലല്ലോ, നമ്മള് കാണിച്ചതാ. ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഒന്നും തോന്നരുത്, നമ്മൾ വരാൻ ലേറ്റ് ആയിന്. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയില്ല, ഫുഡ് തീരും. അതുകൊണ്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് കഴിച്ചു. വാട്ടർമെലനും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിച്ചുകൊണ്ട് വർത്താനം പറയാം. സ്റ്റേജിലെല്ലാം നമുക്ക് പിന്നെ പോയി കാണിക്കാതായിട്ട് ഡെക്കറേഷൻസ് നമ്മൾ പോകും. നമ്മള് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇന്ന്. ഇത്ര നേരത്തെ ഇത് തീരും നമ്മൾ വിചാരിച്ചിട്ട്. ഫുഡ് മാത്രമായി മാമന്റെ അത് നിങ്ങളെന്ത്? അത് മലയാളമ്മ, ഇത് ചിന്നു, ഇത് നിഹാര, ഇത് പാറു, ചേച്ചി, ചില്ല, ഇത് നിന്നെ കണക്ക്. ഞാൻ അവിടെയും കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമോന്ന് എനക്ക് അറിയില്ല. ഇല്ല, കാണൂല. മംഗല ബിരിയാണി വന്നു. നമ്മള് വീട്ടിൽ നിന്ന് എത്ര ബിരിയാണി ആക്കിയാലും മംഗല ബിരിയാണി ആകുന്ന ടേസ്റ്റ് കിട്ടൂല അല്ലെ? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് ചിന്നു? നമ്മള് തിന്നട്ടെ, ഞങ്ങള് കൊതി വിടും. ഓക്കെ, നമ്മളിപ്പോ ഭക്ഷണം എല്ലാം കഴിച്ചു. വയറ് ഫുള്ളായി. മട്ടൺ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമുക്കൊന്നും കിട്ടിയില്ല, ലേറ്റ് ആയി. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ വളരെ നേരത്തെ നമ്മൾ അറൈവ് ചെയ്തുകൊണ്ട് ഭക്ഷണങ്ങൾക്ക്. പിന്നെ നമ്മളിപ്പോ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്. ചെക്കനെയും പെണ്ണിനും ഒന്ന് കാണണമല്ലോ വന്ന സ്ഥിതിക്ക്. രണ്ടാളെ കല്യാണം, ബ്രദർ സിസ്റ്ററിന്റെ കല്യാണം ഉണ്ട്. രണ്ട് ബ്രദറല്ലേ? രണ്ട് ബ്രദേഴ്സിന്റെ. രണ്ട് ബ്രദേഴ്സ്. മലയാളമ്മ, ഇതാണ് നമ്മളെ മലയാളമ്മ. സുന്ദരിയില്ലേ? മലയാളമ്മേനെ പറ്റി പറയുമ്പോ മോൾ അവിടെ ഇരുന്ന് ഒരു കോഴി വിടുന്നത്. കല്യാണ ചെക്കനേ ഉള്ളു, കല്യാണ പെണ്ണിനെ കാണുന്നില്ല. അതാ തൊപ്പിട്ടതാണ് കല്യാണ ചെക്കൻ. അവിടെ നിന്ന് സംസാരിക്കുന്നത്. കല്യാണ പെണ്ണിനെയാണ് ഞാൻ പരുതുന്നത്, കാണുന്നില്ല. അപ്പൊ വരുമായിരിക്കും, ചിലപ്പോ ഡ്രസ്സ് മാറാനൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങോട്ട് കാണിക്കുന്നില്ല, അങ്ങനെ കാണിക്കാവോന്ന് അറിയില്ല. ഞങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പെണ്ണിന്നില്ല. ഇന്ന് ചെക്കന്റെ മാത്രം ഫംഗ്ഷൻ ആണ് നമ്മൾ വന്നത്. മൺഡേ വരൂലോ പെണ്ണ്. നാളെ അവർ അങ്ങോട്ട് പോകും, പിന്നെ അവരിങ്ങോട്ട് വരും. പിന്നെ മൺഡേ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ എങ്ങനെയോ ആണ് ഇതിന്റെ കണക്ഷൻ. നമുക്ക് മനസ്സിലായി, കുറെ പറഞ്ഞു, മനസ്സിലായിട്ട. എനിക്കൊന്ന് അങ്ങനെയായിരിക്കും തോന്നുന്നു അല്ലേ? അതെ, ഇന്ന് ആണുങ്ങളുടെ മാത്രം ഫംഗ്ഷൻ. എന്നുവെച്ചാൽ ആണുങ്ങൾ മാത്രം. ഇന്നലെ നിക്കാഹ് കഴിഞ്ഞു. അപ്പൊ ഇന്ന് ആണുങ്ങൾക്ക് മാത്രമുള്ള പരിപാടി, മൺഡേ പെണ്ണുങ്ങളെയും വെച്ചിട്ടുള്ള പരിപാടിയായിട്ടുള്ള. പക്ഷെ ഇവിടെ ഫുൾ ഫാമിലിയിലെ പെണ്ണുങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ കല്യാണ പെണ്ണുങ്ങളില്ല. അങ്ങനെയാണ്. അപ്പൊ ഓരോ നാട്ടിൽ ഓരോ ആചാരങ്ങളല്ലേ. ഞാനിപ്പോ വിചാരിക്കുന്ന, ഒരു ഇന്ത്യയിലാണെങ്കിലും വെഡിങ് തന്നെ എത്ര ഡിഫറെന്റ് വെറൈറ്റി വെഡിങ് ഉണ്ടല്ലേ. അപ്പൊ നമുക്കിനി എന്തെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ നാളെ രാവിലെ കാണിക്കാട്ടെ. നമ്മൾ ഇന്നൊരു വലിയ വ്ളോഗ് എടുക്കാനാണ് വിചാരിച്ചു, പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ മൂലം എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കണമായിരുന്നു, പക്ഷെ ചില നേരത്തെ പറഞ്ഞ സാങ്കേതിക തകരാറ് മൂലം എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാട്ടോ വെഡിങ്. നല്ല ഉണ്ടല്ലേ കാണാൻ. വെൽക്കം സെലീന. ഇന്ത്യയിലുണ്ട്. നല്ല ഫ്ലവർ അല്ലേ? നല്ല ഫ്ലവർ, നല്ല അറേഞ്ച്മെന്റ്, നൈസ്. ആക്ച്വലി എല്ലാം തീർന്നു. മറ്റേ ഉത്സവം തീർന്നു, ചന്തക്കാരനും പോയി. കൊടി അതിന് വേറെന്തോ ഒരു ടേം ഉണ്ട്. വിത്തു കാപ്പി കുടിക്കുന്നുണ്ട്. 2 മങ്കീസ് ഇവിടെ കളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ചായ ഉണ്ട് കേട്ടോ, നമ്മളെ മറ്റേ ഇഷ്ടപ്പെട്ടാ? ഹലോ ഗൈസ്, ഇഷ്ടം പോലെ ഡ്രസ് ഉണ്ടായിട്ടും അതിന്റെ അടിയിൽ നിന്ന് എടുക്കാൻ പഠിച്ചിട്ട് മേലെ ഇതേ എടുത്തിട്ടുള്ളൂ. ഷെൽഫ് പൂട്ടാൻ കഴിയുന്നില്ല ഡ്രസ് കാരണം. മലയാളമ്മ പറ, 10 പറ. ഇതൊക്കെ കുറ്റം പറ. നമ്മുടെ ചിന്നുവിന്റെ കല്യാണം കേട്ടോ, എല്ലാരും വരണം ഡിസംബറില്. ജനുവരിയില്, സോറി, ഡിസംബറിൽ. നമ്മള് ചിന്നു ഒരു അടിപൊളി പേജ് തുടങ്ങുന്നുണ്ട് ഇൻസ്റ്റയില്, മാലയരുത്. എല്ലാരും അതിൽ പർച്ചേസ് ചെയ്യണം അല്ലേ? ലോഞ്ച് ആയിട്ടാ. അതെ, ഞങ്ങളാണ് മോഡൽസ്. രസിച്ചി, അയ്യോ അപ്പൊ ഏകദേശം അതിന്റെ കോളേജ് കളിച്ചു.
നല്ല പേര്, ഞാൻ പേരിപ്പോ പറയുന്നില്ല. എനിക്കറിയില്ല പേര്. ഇല്ല, നമുക്ക് അത് അന്നേരം ഉണ്ടാക്കാം. അത്യാവശ്യം സെലക്ഷനിലുള്ള കുട്ടി ആയതുകൊണ്ട് ഞങ്ങൾ നല്ല പേര്, നല്ല പേര്. ചിന്നു അത്യാവശ്യം സെലക്ഷനുള്ള ആയതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. പേജിനെ പറ്റി പറ. ആയിട്ട് ഒരു മിനിറ്റ് മൈക്ക് കൊടുക്കുന്ന മൈക്ക് വെച്ച് പറയാം. പേജ്, പിന്നെ പേജിന്റെ പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ലോഞ്ച് ചെയ്യുന്നത് നാളെ രാവിലെ ലോഞ്ച് ചെയ്യും. പിന്നെന്ത്, പുതിയ മോഡൽ കൊണ്ടുവരണം. അതെല്ലാം എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യണം. ഞാനും എന്റെ ഒരു തുടങ്ങുന്നത്. പിന്നെ നമുക്ക് കുറെ കല്യാണം വരുന്നുണ്ട്. ഇവളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പേരും തന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് വരണം. ഞാൻ ശരിക്കും പകല് വായിക്കണം വിചാരിച്ചേ. ഇല്ല, നമ്മള് സ്കെയിൽ 14 ഫസ്റ്റ് മാല നിന്റെ വാങ്ങിയിരിക്കും. നിന്റെ കല്യാണത്തിന് നിന്റെ മഴ തന്നെ എടുക്കും. ചായ കുടിച്ച വയറുവേദനിക്കും. ഒരു കല്യാണത്തിന് ലക്ഷ്മിന്റെ കയ്യിൽ നിന്നും ഒരു കല്യാണത്തിന് ഇവളെ കയ്യിൽ നിന്നും വാങ്ങിക്കാം. മറ്റേ കല്യാണത്തിന് വാങ്ങിക്കാം. ഇവളേന്റെ ഉണ്ണിന്റെ ഇവളെ തന്നെ വാങ്ങിക്കാം. ഉണ്ണിന്റെ കല്യാണത്തിന് ഇവളേന്ന് മാലയും മറ്റുള്ളതിന് കമ്പിലും വാങ്ങിക്കാം. ചായ കാണുന്നില്ല എന്ന് പറഞ്ഞവരോട്, ഇത് വീട്ടിലെ 2 പുരുഷന്മാരാണ്. ഒന്ന് ദീപേശേട്ടൻ, ഒന്ന് വൈത്താട്ടൻ. ഇനി പുരുഷന്മാരുണ്ട്. ഇനി ഒരു പുരുഷനുണ്ട്, ഇദ്ദേഹത്തിന്റെ പുരുഷൻ വന്നിട്ടില്ല. വന്നിട്ടുണ്ട്. കാറിൽ കയറി. വേറൊരു പുരുഷനുണ്ട്. ആ പുരുഷൻ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞളേപ്പൻ, മലയാളമ്മയുടെ ഹസ്ബൻഡ്. അത് നേരെ പറയാം. ഷിനുവിന്റെ അച്ഛൻ. ഷർട്ട് ചെയ്ത് പറ. ഷർട്ട് ചെയ്തറിയോ? ആ വയലറ്റ്, ആ ഒരു മജന്ത, എന്തോ ഒരു കളർ, ആ കളറ്. അപ്പോൾ ആ വ്ലോഗ്, കല്യാണ വ്ലോഗ് അങ്ങനെ അങ്ങ് അവസാനിച്ചു. നമ്മൾ വീഡിയോയുടെ എൻഡിങ് എടുക്കാൻ മറന്നുപോയിണ്ടായിരുന്നു. അപ്പം വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിചാരിച്ചത്, പക്ഷെ നമുക്ക് സമയം ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് വേറൊരു ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാം. ബൈ.